നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോർഡിൻ്റെ എക്കോസ്പോർട്ടാണ്. ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. വെറും 16,000, 16,000 എവിടെയും കണ്ടോ? എന്നാൽ കണ്ടോ, ഇതാണ് വണ്ടി. 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ നിൽക്കുന്ന ഈ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക്. പെട്രോൾ മാനുവലാണ്, അതുകൂടി എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ നിലവിൽ ഫോർഡിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടിയും കൂടിയാണ് ഈ ഒരു എക്കോസ്പോർട്ട്, യൂസ്ഡ് കാർ മാർക്കറ്റിൽ. കാരണം ഫോർഡ് ഇവിടെ സെയിലും കാര്യങ്ങളൊക്കെ വിട്ടു ചെയ്തപ്പോൾ ഈ വാഹനമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വന്നത്. അതൊരു പരമാർത്ഥമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ടാണ്. സ്റ്റോക്ക് ടയേഴ്സാണ് കിടക്കണം, അതുകൂടി അവിടെ എടുത്ത് പറയുന്നത്. എന്നുണ്ടെങ്കിൽ ആ ഒരു ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സ്റ്റോക്കും ഉദ്ദേശിച്ചത് മാറ്റിയിട്ടില്ലാന്നല്ല കേട്ടോ, അതിൻ്റെ ഏജ് അനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കിലോമീറ്റർ 16,000 ഓടേണ്ട ആ ഒരു ടയർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ മാറിയിട്ടുള്ളത്. അതാണ് നമ്മൾ എടുത്തുകൊണ്ട കാര്യം. അപ്പോൾ ഈ ഒരു വാഹനം ഫുൾ ഉണ്ടാക്കാം. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ കാണാം. അതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 16,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ഒരുപാട് ഡിമാൻഡ് നിൽക്കുന്ന വണ്ടി കൂടിയാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയായാലും ഏത് ഫോർഡിൻ്റെ വാഹനം കണ്ടാലും എക്കോസ്പോർട്ട് ഉണ്ടോയെന്നാണ് എല്ലാവരും അന്വേഷിക്കണം. അത് വാഹനത്തിനോടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറയാം. കാരണം ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് വാഹനം നമ്മൾ ബാക്കിയുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന ഏത് വാഹനത്തിനേക്കാൾ കൂടുതൽ നമുക്കൊരു റിലയബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും അതേപോലെ തന്നെ സ്റ്റൈലും കംഫോർട്ടൊക്കെ തരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ. വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി നോക്കാം, ഒരു പൊടിക്ക് പോലും നമുക്ക് സ്ക്രാച്ച് കിട്ടുന്നില്ല. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. വെറും 16 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അവിടെ എടുത്ത് പറയണം കേട്ടോ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്വാളിറ്റി നിൽക്കുന്ന ടോപ്പ് വ്യൂ ആണ് ഇന്ന് കണ്ടത്. വീലാർച്ചിലേക്കും ടയർ കണ്ടീഷനിലേക്ക് പോയേക്കാം. വീലാർച്ച് നോക്കാം, യാതൊരു രീതിയിലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളും വരുന്നില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റിലും യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ നമുക്ക് ബോണറ്റ് കിട്ടുന്നില്ല. വിൻഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും അവർ പുതുമ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നില്ല. ലാമ്പൊക്കെ പുത്തൻ ലാമ്പ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇങ്ങനെ വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോർ നോക്കാം. 2 ഡോറും യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഡോറിന് നമുക്ക് കിട്ടുന്നില്ല. വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷൻ ആയാലും നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. ഈ ഫോക്കസും റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പെയർ വീലിൻ്റെ ഗ്രിപ്പ് നോക്കാം. ലോവർ പോർഷനൊക്കെ നോക്കാം. എക്കോസ്പോർട്ടിൻ്റെ ബാഡ്ജിങ്, ഫോർഡിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ബാക്കിലേക്ക് വന്ന് നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ റിയർ ഡോറ്. അതിൻ്റെയൊക്കെ ക്വാളിറ്റി ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതാണ് ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ക്വാളിറ്റിയിൽ യാതൊരു രീതിയിലുള്ളൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു പാച്ച് പോലും നമുക്ക് കിട്ടാനില്ല കേട്ടോ. അതേപോലെ നമുക്കിനി ഇവിടെ പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം. ഇവിടെ ടൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം. പ്ലാറ്റ്ഫോമോ കണ്ടോ, പുത്തൻ വണ്ടി എങ്ങനെയാണോ കാണുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും ഇരിക്കുന്നത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം സൈഡ് പോർഷനിലേക്ക് പോകാം. ഇവിടുത്തെ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് കിട്ടുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല 2 ഡോർ നോക്കാം. 2 ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. പവർ വിൻഡോസിൻ്റെ ബട്ടണൊക്കെ കാണാം. ഇൻറ്റീരിയേഴ്സും നോക്കാം. സീറ്റ്സൊക്കെ നല്ല ടോപ്പ് ക്വാളിറ്റിയിലിരിക്കുന്ന സീറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് സ്റ്റിയറിംഗൊക്കെ നോക്കാം. സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്റ്റിയറിംഗും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഇവിടെയും നമുക്ക് ഡാഷ്ബോർഡ് നോക്കാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. റിയറിലെ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കിലോമീറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ 16,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. മാനുവലാണ്. ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം.
എന്നിട്ട് പാസഞ്ചർ സൈഡിലേക്കൊന്ന് വായിക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സും കൂടെ കാണാൻ പറ്റും. അതേപോലെ ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. പാസഞ്ചറൊക്കെ നോക്കാം. കേട്ടോ, ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു എക്കോസ്പോർട്ടിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂമിലേക്ക് നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ എൻജിനാണ്. ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു ബൾക്കിനെസ് നമുക്ക് കിട്ടുന്നില്ല. വളരെ ഒതുങ്ങിയൊരു എൻജിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ സ്ലോയിൽ കാണിച്ചു തരാം. എന്തെങ്കിലും രീതിയിലുള്ളൊരു ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ സ്പോട്ട് ചെയ്യാം. കണ്ടോ, അതേപോലെ ഇവിടെ നമുക്ക് പേസ്റ്റിങ്ങിലേക്ക് പോകാം. പേസ്റ്റിംഗ് ആയാലും യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്ക് പേസ്റ്റിങ്ങും ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ അഡ്ജസ്റ്റ് നോക്കാം. അഡ്ജസ്റ്റ് നല്ല വൃത്തി തന്നെ അഡ്ജസ്റ്റ് കാണാൻ പറ്റും. ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2016 മോഡൽ 17 രജിസ്ട്രേഷൻ നിൽക്കുന്ന ഈ ഒരു ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് സിംഗിൾ ഓണർഷിപ്പ് എന്ന വണ്ടി ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. ഒറിജിനൽ കിലോമീറ്ററാണ് അവരോട് എടുത്ത് പറയുന്നത്. കാരണം വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസിലേക്ക് പോയേക്കാം. പ്രൈസിലേക്ക് പോകാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ആസ്കിങ് പ്രൈസ് പെട്രോൾ മാനുവലാണ് അവർ പറയുന്നത്. ഇനി ആസ്കിങ് പ്രൈസ് 5,90,000 രൂപയാണ്. 5.97 lakhs. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വോയിസോ മെസ്സേജ് ഇട്ടേക്കാം. റിപ്ലൈ കാര്യങ്ങൾ തരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.